അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് മനങ്ങല്ലൂര് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ബഷീർ മൗലവിയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നാം പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിലാണ്, റമദാനിലാണ്. നമ്മുടെ ഈ ലോകത്ത് വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധമായ വിശ്വാസങ്ങൾ ഒക്കെയുണ്ട്. എന്നാൽ മനുഷ്യരിൽ ചില മൂല്യങ്ങൾ പൊതുവെ ഉണ്ടാകാറുണ്ട്. അതിൽപ്പെട്ടതാണ് കരുണ, അല്ലെങ്കിൽ സഹാനുഭൂതി, ആത്മീയ നിയന്ത്രണം, പങ്കുവെപ്പ് മുതലായവയെല്ലാം. അത്തരം മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ. ആ റമദാൻ മാസത്തിൽ വെറുമൊരു മത ആചാരമല്ല, മറിച്ച് അതൊരു ആത്മീയമായ പരിശോധനയുടെ കാലഘട്ടമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. വിശന്നിരിക്കലോ അല്ലെങ്കിൽ ദാഹം സഹിക്കലോ മാത്രമല്ല, നമ്മൾ ആരാണെന്നും നമ്മുടെ ഉള്ളിൽ എന്താണെന്നും എങ്ങനെയാണ് നാം വളരേണ്ടതെന്നും തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയാണ് റമദാൻ എന്ന് പറയുന്നത്. വിശപ്പിലൂടെ നാം ഒരുപാട് മനുഷ്യന്റെ അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ ലോകത്ത് നാം നോക്കുകയാണെങ്കിൽ എത്രയോ ആളുകളാണ് പട്ടിണിയിരിക്കുന്നത്, എത്രയോ രാജ്യങ്ങളിലാണ് വിശപ്പിലായി കഴിയുന്ന ആളുകൾ ഉള്ളത്. വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേദനയുള്ള കാര്യമാണ്. കാരണം വിശപ്പ് മനുഷ്യന്റെ ആരോഗ്യം ഇല്ലാതാക്കി കളയും. വിശപ്പ് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതാണ്. ആ വിശപ്പിന്റെ കാഠിന്യവും ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താകും മനുഷ്യന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി തരാനും കൂടിയാണ് നോമ്പ് എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിശപ്പ് ഒരിക്കലും നാം വെറുതെ വിശപ്പ് സഹിച്ച് ഇരിക്കലാകരുത്. നേരെ മറിച്ച് നമ്മുടെ ആത്മീയമായ നിയന്ത്രണം അത് നാം പരിശോധനപ്പെടുത്തണം. മാത്രമല്ല, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നാനാ മതസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ കൂടിയുള്ള ഒരു മാസമാണ്. പരസ്പരം സഹായിക്കുക, പരസ്പരം ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെ പരിശുദ്ധ റമദാനിന്റെ ഒരു ഘട്ടത്തിൽപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ റമദാനിന്റെ മധ്യഭാഗം തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവന്റെ വിശപ്പ്, ദാഹം അകറ്റുക എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധ റമദാനിന്റെ ഒരു സന്ദേശമാണല്ലോ. നമുക്കുള്ളതായ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക, ഇതും റമദാനിന്റെ ഒരു സന്ദേശമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ ശുദ്ധിയാക്കാൻ, നമ്മുടെ ആത്മീയമായ നിയന്ത്രണം നമുക്കുണ്ടാകാൻ ഒക്കെയാണ് പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതെല്ലാവർക്കും ഉപകാരപ്രദമാണ്. നമ്മുടെ ഹെൽത്ത് പരമായ കാര്യങ്ങൾ ഒരുപാട് നിയന്ത്രണം ഉണ്ടാകും പരിശുദ്ധ റമദാനിൽ. ആത്മീയവും ശാരീരികവും ഒക്കെയായ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ റമദാൻ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നതാണ്. ആ റമദാനിൽ എപ്പോഴും എല്ലാവരോടും കരുണയും സ്നേഹവും സഹനതയും ഒക്കെ ഉണ്ടാകണം. ആ റമദാനിൽ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്ന്, അത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല എല്ലാ മതങ്ങളോടും
സ്നേഹവും സഹാനുഭൂതിയും കരുണയും ഒക്കെ ഉണ്ടാകണമെന്ന് വിളിച്ചോതിക്കൊണ്ടാണ് റമദാൻ അഥവാ നമ്മളിലേക്ക് പരിശുദ്ധ റമദാൻ കടന്നു വരുന്നത്. ആ റമദാനിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.